ഹായ് ഓൾ, വെൽക്കം ടു എജു ഇൻസൈറ്റ് PSC. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിലബസിലെ പ്രധാന ടോപ്പിക്കായ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിലെ ആദ്യ ടോപ്പിക്ക് ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അഥവാ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതി രൂപീകൃതമായത്. ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതിനെപ്പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കാൻ ലേബർ ഗവൺമെൻറ് 1946 ഇന്ത്യയിലേക്ക് അയച്ചൊരു കമ്മിറ്റിയാണ്. ക്യാബിനറ്റ് മിഷനിലെ പ്രധാന അംഗങ്ങൾ പെഡ്വിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ഇതിൻ്റെ ചെയർമാനായിരുന്നത് പെഡ്വിക് ലോറൻസ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി വേവൽ പ്രഭു. അങ്ങനെ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6. സഭയുടെ ആദ്യ സമ്മേളന യോഗം ചേർന്നത് 1946 ഡിസംബർ 9. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം 9. മുസ്ലിം ലീഗ് ഈ ഒരു സമ്മേളനം ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത്. ആദ്യ സമ്മേളനം നടന്ന സ്ഥലം എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചാണ്. ഈ ഹാൾ ഇപ്പോൾ അറിയപ്പെടുന്നത് സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് എന്നാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് GB കൃപലാനി. ആദ്യ സമ്മേളനത്തിന്റെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. തെരഞ്ഞെടുക്കപ്പെട്ടത് 1946 ഡിസംബർ 11. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാര് HC മുഖർജി, VT കൃഷ്ണമാചാരി. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഭരണഘടനയുടെ ചീഫ് ഡ്രാഫ്റ്റ്മാൻ SN മുഖർജി. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13. ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജനുവരി 22. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജനസംഖ്യാനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും ഓരോ നാട്ടുരാജ്യത്തിനും അല്ലെങ്കിൽ രാജ്യങ്ങളുടെ കൂട്ടത്തിനും സീറ്റുകൾ അനുവദിക്കുകയുണ്ടായി. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ ആകെ ഉണ്ടായിരുന്നത് 389 പേരാണ്. ഇതിൽ 296 അംഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിൽ നിന്നും 93 പേര് പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നുമായിരുന്നു. ഇനി 296 അംഗങ്ങളിൽ 292 പേര് വന്നിരിക്കുന്നത് 11 ഗവർണർമാരുടെ പ്രവിശ്യയിൽ നിന്നുമാണ്. ബാക്കി 4 അംഗങ്ങൾ വന്നിരിക്കുന്നത് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യയിൽ നിന്നാണ്. ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകൾ ഡൽഹി, അജ്മീർ, കൂർഗ്, ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ. ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ അവരവരുടെ ജനസംഖ്യാനുപാതം അനുസരിച്ച് മുസ്ലിങ്ങൾ, സിഖുകാർ, പൊതുവിഭാഗം എന്നിങ്ങനെ 3 വിഭാഗങ്ങൾക്കിടയിൽ വീതിച്ചു നൽകി. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ച് പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ ഓരോ സമുദായത്തിലും പെട്ട അംഗങ്ങൾ അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുത്തു. നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ കൂടിയാലോചനയിലൂടെ നിശ്ചയിക്കുവാൻ തീരുമാനിച്ചു. 1946 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലേക്കുള്ള 296 അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ 82% സീറ്റുകൾ നേടിയ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ്. കോൺഗ്രസിന് കിട്ടിയ സീറ്റുകൾ 208, മുസ്ലിം ലീഗിന് 73, സ്വതന്ത്രർ 15. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ മലയാളികൾ 17 പേരായിരുന്നു. വനിതകൾ 3 പേര്. തിരുവിതാംകൂറിൽ നിന്ന് അംഗങ്ങളായിട്ടുള്ളത് 5 പേരായിരുന്നു. പട്ടം താണുപിള്ള, R ശങ്കർ, PS നടരാജപിള്ള, KA മുഹമ്മദ്, PT ചാക്കോ. കൊച്ചിയിൽ നിന്ന് 1 അംഗം മാത്രമാണ് ഉണ്ടായിരുന്നത്, പനമ്പള്ളി ഗോവിന്ദമേനോൻ. മദ്രാസിൽ നിന്ന് 7 പേരാണ് ഉണ്ടായിരുന്നത്, K മാധവ മേനോൻ, P കുഞ്ഞിരാമൻ, KTM അഹമ്മദ് ഇബ്രാഹിം, B പോക്കർ, AK മേനോൻ, അബ്ദുൽ സത്താർ ഹാജി, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നും അംഗമായിരുന്നത് ഡോക്ടർ ജോൺ മത്തായി. ഇതിലുൾപ്പെടുന്ന വനിതകൾ ആനി മസ്ക്രീൻ തിരുവിതാംകൂർ, അമ്മു സ്വാമിനാഥൻ മദ്രാസ്, ദാക്ഷായണി വേലായുധൻ മദ്രാസ്. ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 299. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിലെ അംഗങ്ങളുടെ എണ്ണം 296 നിന്നും 229 പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ അംഗങ്ങളുടെ എണ്ണം 93 നിന്നും 70 അങ്ങനെ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ 299.
ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ വനിതകൾ ആകെ 17 പേരുണ്ടായിരുന്നു. വിഭജനത്തിന് ശേഷം അത് 15ആയി മാറി. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസാഖ് റസൂൽ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിതയാണ് ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ മുദ്രയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആന. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവ് ഡോക്ടർ BN റാവു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സെക്രട്ടറി HVR അയ്യങ്കാർ. സ്വാതന്ത്ര്യത്തിനു ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചത് 1947 നവംബർ 17. നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നിയമനിർമ്മാണ സഭയുടെ സ്പീക്കർ ആയിരുന്നത് GV മാവ്ലങ്കാർ. ഭരണഘടന നിർമ്മിക്കാൻ ആകെ എടുത്ത സമയം 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ്. ഭരണഘടനയുടെ നിർമ്മാണത്തിന് ആകെ ചെലവായത് 64 ലക്ഷം രൂപയാണ്. പൊതുജനാഭിപ്രായം അറിയുന്നതിനു വേണ്ടി ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചത് 1948 ഫെബ്രുവരി 28-നാണ്. ഭരണഘടനയുടെ ഫൈനൽ ഡ്രാഫ്റ്റ് ആദ്യമായി അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അവതരിപ്പിച്ചത് 1948 നവംബർ 4-ന്. ഭരണഘടനാ നിർമ്മാണ സമിതി നവംബർ 9 വരെ അതിന്മേൽ ചർച്ചകൾ നടത്തി. അതായത് ഫസ്റ്റ് റീഡിംഗ് നടന്നത് 1948 നവംബർ 4 മുതൽ നവംബർ 9 വരെയാണ്. സെക്കൻഡ് റീഡിംഗ് നടന്നത് 1948 നവംബർ 15 മുതൽ 1949 ഒക്ടോബർ 17 വരെയാണ്. ആൻഡ് തേർഡ് റീഡിംഗ് നടന്നത് 1949 നവംബർ 14 മുതൽ നവംബർ 26 വരെയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1949 നവംബർ 26-ന്, അതായത് തേർഡ് റീഡിങ്ങിൻ്റെ അവസാന ദിവസം. ദേശീയ നിയമ ദിവസമായി ഭാരതത്തിൽ ആചരിക്കുന്നത് നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1950 ജനുവരി 24-നാണ്. 284 പേരാണ് ഭരണഘടനയിൽ ഒപ്പുവെച്ചത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് 1950 ജനുവരി 26. ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും 22 ഭാഗങ്ങളും ഉണ്ടായിരുന്നു. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 470 അനുച്ഛേദങ്ങളും 12 പട്ടികകളും 25 ഭാഗങ്ങളുമാണ് ഉള്ളത്. ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് ഡോക്ടർ പ്രേം ബിഹാരി നറൈൻ റായ്സദ. ഇന്ത്യൻ ഭരണഘടനയുടെ ലേഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പതിപ്പ് തയ്യാറാക്കിയത് വസന്തകൃഷ്ണ വൈദ്യ. ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പതിപ്പ് മനോഹരമാക്കിയത് നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചവർ ക്വാസി ഫെഡറൽ KC വയർ, കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞത് ഗ്രാൻവില്ലെ ഓസ്റ്റൻ, എ ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻട്രലൈസിങ് ടെൻഡൻസി എന്ന് പറഞ്ഞത് ഐവോ ജെന്നിങ്സ്, ബാർഗെയിനിങ് ഫെഡറലിസം എന്ന് പറഞ്ഞത് മോറിസ് ജോൺസ്, എക്സ്ട്രീംലി ഫെഡറൽ എന്ന് പറഞ്ഞത് പോൾ ആപ്ലബി, നിയമജ്ഞരുടെ പറുദീസ എന്ന് പറഞ്ഞത് ഐവോ ജെന്നിങ്സ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ഹിന്ദുക്കളുടെ കൂട്ടായ്മ എന്ന് വിശേഷിപ്പിച്ചത് ലോർഡ് വിസ്കൗണ്ട്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന സഭയാണ് എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ. ഇതിൻ്റെ തുടർഭാഗങ്ങൾക്കും കൂടുതൽ PSC റിലേറ്റഡ് അപ്ഡേറ്റ്സിനും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.